ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഉവൈസ് പാണക്കാടൻ. സോ ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കേൾക്കേണ്ടതും എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു പിറകിലൊരു റിസർച്ചായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞെട്ടിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റി. ഇതിൻ്റെ സോഴ്സുകൾ വന്നിട്ടുള്ളത് പല ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെയും അടുത്ത് നിന്ന് ഞാൻ അവരുടെ എക്സിക്യൂട്ടീവുമാരെ ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ സോഴ്സുകൾ എടുത്തിട്ടുള്ളത്. കാരണം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്ക് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ക്ലാരിറ്റി എനിക്ക് ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള ബ്രോക്കേഴ്സിനെയും, അതായത് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സിൻ്റെ ഡീലേഴ്സിനെയും അവരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളീസ് ഏറ്റവും കൂടുതൽ ചെന്ന് ചാടുന്ന ഏറ്റവും പുതിയ സ്കാം ആയിട്ടുള്ള ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫോറക്സിൽ പോയിട്ട് ഒരുപാട് സ്കാമുകളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയുമായിട്ടുള്ള ഒരുപാട് സ്കാമുകളിൽ നമ്മൾ പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റിൽ നമ്മളതിനകത്ത് പെട്ട് കിടക്കുന്നുണ്ട് നമ്മളുടെ അറിവില്ലായ്മ മൂലം മാത്രം. അങ്ങനെ മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സ്കാമിനെയാണ് ഇന്ന് നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയും വേണം. ഈ ഒരു വീഡിയോനെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ മാക്സിമം സ്പ്രെഡ് ചെയ്യുകയും വേണം, അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. കാരണം നമ്മളെ പറ്റിക്കാനായിട്ട് നമ്മളറിയാതെ ഒരു കൂട്ടം ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പറ്റിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എക്സ്പെഷ്യലി ഇവർ ചൂസ് ചെയ്യുന്ന ആരെയെന്നറിയാം, ട്രേഡിംഗ് ഒരു കരിയറായിട്ട് എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളെ. പ്രത്യേകിച്ച് ഈ സ്കാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറക്സ് മാർക്കറ്റിലാട്ടോ. ഫോറക്സ് മാർക്കറ്റിൽ ഈസി ആയിട്ട് ഈ ഒരു സ്കാമിനെ അപ്ലൈ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്. അവിടെ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള റിയാലിറ്റിയാണ്. നമ്മുടെ മാർക്കറ്റിനെ വിട്ടിട്ട് ഫോറക്സിനെ ചൂസ് ചെയ്യാനായിട്ട് ആളുകൾക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഈ പ്രീമിയം ഡീക്കേയും കാര്യങ്ങളും നമ്മളറിയാത്ത കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസുകൾ വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആളുകൾ ഈ ഫോറക്സിലേക്ക് അട്രാക്റ്റഡ് ആയി പോകുന്നത്. അവിടെ നല്ല ഒരു ചതിക്കുഴി ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ചതിക്കുഴിയിൽ പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രേഡിങ്ങിന് ഒരു കരിയറാക്കി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺസ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ ഒരു സ്കാമിൽ വന്ന് ചാടുന്നത്. സോ നമുക്ക് ആ ഒരു സ്കാം എന്താണ് എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് ഇതിന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. സോ ഫോറക്സ് ട്രേഡിങ്ങിൽ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള സ്കാമാണ് കേട്ടോ. നമ്മൾ പറയുന്നത് പോലെ ചില്ലറ കളികളുടെ സ്കാം ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചിടക്കായിട്ട് പൊട്ടിപ്പോട്ടുള്ള കുറച്ച് കമ്പനീസിൻ്റെ പേരടക്കം പറഞ്ഞുതരാം. ആൻഡ് ഇപ്പം നിൽക്കുന്ന എൻറ്റിറ്റിയുടെ പേരുകൾ എനിക്ക് പറയാൻ പറ്റില്ല. ഈ സ്കാം കാണിക്കുന്ന ആളുകളുടെ പേരുകൾ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം തന്നെ ഇന്ത്യയിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു ഫോറക്സ് കമ്പനി എന്നുള്ള പേരിലായിരിക്കില്ല. അവരുടെ ആക്ച്വൽ രജിസ്ട്രേഷൻ വരുന്നത് വേറെ എന്തെങ്കിലും ഒരു അതോറിറ്റിയുടെ പേര് വെച്ചിട്ടായിരിക്കാം. ലെറ്റ്സ് സേ ഇപ്പോൾ ഞാനൊരു XYZ FX എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ രജിസ്ട്രേഷൻ മേ ബി വന്നിട്ടുണ്ടാവുക ഈ XYZ FX എന്നുള്ള പേരിലായിരിക്കില്ല. അവർ വേറെ എന്തെങ്കിലും പേരിലായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കേസോ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പേര് മാത്രം പറയാത്തത്. ബാക്കി അതിനെ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഫോറക്സ് മാർക്കറ്റിൽ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടാവും ആൻഡ് ഒരു ബ്രോക്കർ ഉണ്ടാവും ആൻഡ് ഞാനും നിങ്ങളും അടക്കമുള്ള ക്ലയൻറ്റുകൾ ഉണ്ടാവും. സോ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോറക്സിൽ ഈ ഒരു സെൻട്രൽ ബാങ്ക് ഈ ഒരു ബ്രോക്കർക്ക് ഒരു കോട്ട് കൊടുക്കും. ഇന്ന് കറൻസി ട്രേഡ് ചെയ്യുന്ന പ്രൈസിൻ്റെ കോട്ട് ബ്രോക്കർക്ക് കൊടുക്കുകയാണ്. ബ്രോക്കർ എന്താ ചെയ്യുന്നതെന്നറിയോ, ഈ ഒരു കോട്ട് അവരുടെ ട്രേഡിംഗ് ടെർമിനലിൽ കാണിച്ചു തരും. നമ്മൾ MT5 കണക്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ MT5ൻ്റെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ആസ്ക് ബിഡ് എന്ന് പറഞ്ഞിട്ട് സൈഡിൽ നമുക്ക് കോട്ട് കാണാൻ പറ്റും. സോ ഈ ആസ്കും ബിഡും തമ്മിൽ ചെറിയൊരു സ്പേസ് അവിടെ ഉണ്ടാവും. ആസ്കും ബിഡും തമ്മിൽ ചെറിയൊരു പ്രൈസിൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ യൂഷ്വലി സ്പ്രെഡ് എന്ന് പറയുക. ആൻഡ് അത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് എന്താണ്? അതിനുശേഷം നമുക്ക് വരാൻ പോകുന്നത് കമ്മീഷനാണ്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ബാങ്കിൻ്റെ സർവീസിന് ബാങ്ക് ഈടാക്കുന്ന ഫീസാണ്. അതായത് ഏതെങ്കിലും ഒരു XYZ ബ്രോക്കർ നിങ്ങളുടെ സ്പ്രെഡും കമ്മീഷനും വാങ്ങിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത്. ആൻഡ് ആ കമ്മീഷൻ നേരെ പോകുന്നത് എങ്ങോട്ടാ? ബാങ്കിലേക്കാണ്. കാരണം ഈ ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്തു, ഞാനൊരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തു. ആ ബൈ ഓർഡറിനെ നേരെ എൻ്റെ ബ്രോക്കർ കൊണ്ടുപോയിട്ട് ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാണ്. സോ ബാങ്കിൻ്റെ സർവീസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്കിന് ഫീസ് കൊടുക്കാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എന്താവുകയാണ്, എൻ്റെ കമ്മീഷൻ ഡയറക്റ്റ്ലി പോകുന്നത് ബാങ്കിലേക്കാണ്. ബ്രോക്കർക്ക് അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും ഇല്ല. ബ്രോക്കർക്ക് ആകെ കിട്ടാനുള്ളത് എന്താണ്? ഈ സ്പ്രെഡ് മാത്രമാണ്.
മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഈ ഫോറക്സിലെ ഓർഡർ എക്സിക്യൂഷൻ എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ ചില ബ്രോക്കേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയും സ്പ്രെഡ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്ന് പറയും. അത് പറയുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് അൽപാരിയിലാണ്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അൽപാരി എന്ന് പറഞ്ഞാൽ FXCM ആണ്, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ എക്സിനസിനാണ് ഫോറക്സിൽ ട്രേഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് അക്കൗണ്ട് ടൈപ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും വലിയ അക്കൗണ്ടുകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന സംഗതി എന്താണെന്നറിയോ? ഒന്നെങ്കിൽ അത് സീറോ സ്പ്രെഡ് ആയിരിക്കും. സീറോ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സ്പ്രെഡ് ഇല്ല എന്നുള്ളതല്ല അതിനർത്ഥം. സ്പ്രെഡ് ഫ്രം സീറോ ടു ഫ്ലോട്ടിംഗ് ആയിരിക്കും, ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിച്ചുകൊണ്ടിരിക്കും. ഇത് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഒരു ട്രേഡ് ഒരു ന്യൂസോ കാര്യങ്ങളൊക്കെ ഉള്ള ടൈമിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ വിചാരിച്ചിട്ടാവില്ല, അവിടുന്ന് ഒരു 2-3 സെൻസ് മാറിയിട്ടായിരിക്കും നമ്മളുടെ ഓർഡർ എക്സിക്യൂട്ട് ആവുക. അതുപോലെ തന്നെ അത് സീറോ സ്പ്രെഡിലുള്ള അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിലും ഈ 2-3 സ്പ്രെഡ് മാറിയിട്ടായിരിക്കും. അത് സീറോ എന്നുള്ളത് ആ അക്കൗണ്ടിൻ്റെ പേര് മാത്രമാണ്. സീറോ സ്പ്രെഡ് എന്ന് പറഞ്ഞാലും അവിടെ ചെറിയൊരു സ്പ്രെഡ് വരുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് അറിയോ? അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ ഫേക്കാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കേസ് പറഞ്ഞത്. ഇപ്പോൾ അൽപാരിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സീറോ സ്പ്രെഡുള്ള അക്കൗണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ബട്ട് അവിടെ എന്താണ് സ്പ്രെഡ് ഫ്രം സീറോ ടു ചെറിയൊരു ഫ്ലോട്ടിംഗ് ഉണ്ടായിരിക്കും. സോ ആ ഒരു അക്കൗണ്ടിൻ്റെ പേര് മാത്രമാണ് സീറോ എന്നുള്ള ലെവലിൽ വരുന്നത്. അവിടെ കംപ്ലീറ്റ്ലി സ്പ്രെഡ് ഫ്രീ അല്ല. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ ഈ ബ്രോക്കർക്ക് കിട്ടുന്നത് എന്താണ്? ഈ സ്പ്രെഡാണ് അവരുടെ ലാഭം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സ്പ്രെഡ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ പ്ലസ് ആ കമ്മീഷനിൽ അവർക്കൊരു ചെറിയൊരു പെർസെൻറ്റേജ് അവരുടെ ലാഭമായിട്ട് അവരെടുക്കുന്നുണ്ട്. അത് യൂഷ്വലി എല്ലാ ബ്രോക്കേഴ്സും ചെയ്യുന്ന കാര്യമാണ്. അത് ഇല്ലാണ്ട് ഒരു ബ്രോക്കർക്ക് പോലും ഈ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് ഇനി അത് ചെയ്യാത്ത ബ്രോക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആസ് എ ക്ലയൻറ്റ് ഞാനുണ്ട്, എൻ്റെ മിഡിൽ ബ്രോക്കർ ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് സെൻട്രൽ ബാങ്ക് ഉണ്ട്. ഈ ഒരു ഫ്ലോയിലാണ് ഈ സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ബാക്കിയുള്ള ഈ ബ്രോക്കേഴ്സ്, അതായത് നമുക്ക് വൈറ്റ് ലേബിൾ ബ്രോക്കേഴ്സ് എന്നവരെ പറയാൻ പറ്റും. ഈ വൈറ്റ് ലേബിൾ ബ്രോക്കേഴ്സ് ചെയ്യുന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലയൻ്റാണ്, ഞാനാണ്, ആൻഡ് ഇവിടെ ഇരിക്കുന്നത് ബ്രോക്കറാണ്. ഈ ബ്രോക്കറുടെ ബാക്കിലായിട്ട് ഒരു ബാക്ക് എൻഡ് ടീമുണ്ട്. മനസ്സിലായോ? ഒരു ബാക്ക് എൻഡ് ടീം അവിടെ ഇരിക്കുന്നുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഓർഡർ, ഞാൻ പ്ലേസ് ചെയ്യുന്ന ഓർഡർ അവർ റിയൽ ടൈമിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രേഡ് സക്സസ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നുള്ളത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് സേ അതിനകത്തുനിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? വിജയിക്കാൻ സാധ്യതയുള്ള ഓർഡേഴ്സിനെ മാത്രം ബാങ്കിലേക്ക് കൊടുക്കും. അങ്ങനെയുണ്ട്. ഞാൻ പറയുമ്പം നിങ്ങളിൽ പകുതി ആൾക്കാർക്കും അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ആൾക്കാർക്കും ഈ കാര്യം വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ള റിയാലിറ്റി എനിക്കറിയാം. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുമ്പം അതിനകത്ത് വിജയിക്കാൻ സാധ്യതയുള്ള ഓർഡേഴ്സിനെ മാത്രം എങ്ങോട്ട് കൊടുക്കുകയാണ്? ബാങ്കിലേക്ക് കൊടുക്കുകയാണ്. വിജയിക്കാൻ സാധ്യത ഇല്ലാത്ത ഓർഡേഴ്സിന് എന്താ ചെയ്യുന്നത്? അവരുടെ ബാക്ക് എൻഡ് ടീമിൽ ചുമ്മാ അവിടെ ഇട്ടേക്കാണ്. ഈ ഒരു വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഓർഡേഴ്സ് ഒരിക്കൽ പോലും ലിക്വിഡിറ്റി പൂളിലേക്ക് എത്തുന്നില്ല, അതായത് ബാങ്കിലേക്കോ മാർക്കറ്റിലേക്കോ എത്തുന്നില്ല. അത് ആ ഒരു ബ്രോക്കറിൽ അങ്ങനെ കിടക്കുക. അങ്ങനെ കിടന്നാൽ അവരുടെ ലാഭം എന്താ? ലെറ്റ്സ് അസ്യൂം ഒരു സ്റ്റാൻഡേർഡിലോട്ട് ട്രേഡ് ചെയ്യാൻ എനിക്ക് $15 എൻ്റെ ചാർജ് വരുന്നത്, $15 എനിക്ക് ചാർജ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഈ വിജയിക്കാൻ സാധ്യതയില്ലാത്ത ഓർഡർ ഈ ബാക്ക് എൻഡിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിഞ്ഞാൽ ഇതിന് താഴെ വന്നിട്ട് ഇത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയെ. അപ്പോൾ അവർക്ക് എന്ത് കിട്ടി? ഈ $15 കമ്മീഷൻ 10 പൈസ മുടക്കില്ലാണ്ട് അവർക്ക് കിട്ടി. പ്ലസ് അതിൻ്റെ കൂട്ടത്തിലുള്ള സ്പ്രെഡ് അവർക്ക് കിട്ടി. പ്ലസ് എന്താണോ നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കാശ്, ആ കാശ് കൂടി അവർക്ക് കിട്ടി. മനസ്സിലായോ? ഈ ഓർഡർ അപ്പുറത്തേക്ക് പോയാലല്ലേ അപ്പുറത്ത് നിൽക്കുന്നവൻ ട്രേഡ് ചെയ്ത് അവന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഓർഡർ അങ്ങോട്ട് പോയിട്ടേ ഇല്ല എന്നല്ലേ? മനസ്സിലായോ? ഇപ്പം നമ്മൾ വിജയിക്കാൻ സാധ്യതയുള്ള ഓർഡേഴ്സിനെ അങ്ങോട്ട് വിട്ടു എന്ന് പറഞ്ഞില്ലേ, ആ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ആയിട്ട് അതിൻ്റെ പ്രോഫിറ്റായിട്ട് വരുന്ന പൈസ അവരുടെ കമ്മീഷൻ എടുത്തിട്ട് അവർ നിങ്ങൾക്ക് തരും. അപ്പോൾ എന്തായി? അവിടെയും അവർ സേഫാണ്, ഇവിടെ വലിയൊരു പ്രോഫിറ്റ് അവർ ഉണ്ടാക്കുകയും ചെയ്തു. സോ ഇങ്ങനെ ബാക്ക് എൻഡിൽ ട്രേഡ് ചെയ്യാനായിട്ട് മിക്കവാറും ബ്രോക്കേഴ്സിന് ഒരു ടീം തന്നെയുണ്ട്. സോ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? നിങ്ങളെടുക്കുന്ന ട്രേഡിംഗ് അക്കൗണ്ടിൽ സ്പ്രെഡ് ആൻഡ് കമ്മീഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സ്പ്രെഡും കമ്മീഷനും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല ചില ബ്രോക്കേഴ്സിൽ നമുക്ക് സീറോ സ്പ്രെഡ് കാണാൻ പറ്റും. സീറോ സ്പ്രെഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കമ്പാരിറ്റീവ്ലി ട്രേഡിംഗ് കമ്മീഷൻ കുറച്ച് കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സിനെ നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് ഞാൻ ഈ പറഞ്ഞ 2 ബ്രോക്കേഴ്സിനെ മാത്രം സജസ്റ്റ് ചെയ്യുന്നത്. ട്രസ്റ്റ് മീ, ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇതിൻ്റെ ആക്ച്വൽ കോറിലേക്ക് ഞാനിപ്പോൾ കടന്നു വരാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞാലേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു സ്കാമാണ്, കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള സ്കാമാണ് MTFE എന്ന് പറഞ്ഞിട്ടുള്ള സ്കാം. എന്താ സംഗതി? എന്താ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്? അവർക്ക് എല്ലാ വില്ലേജുകളിലും ഓരോരോ CEO ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് പറഞ്ഞു വെപ്പ്. എല്ലാ വില്ലേജിലും ഒരു കമ്പനിക്ക് CEO. അപ്പോൾ ഒരു കമ്പനിക്ക് എത്ര CEO? അങ്ങനെയൊന്നും ചോദിക്കരുത് അല്ലേ?
ഇവരുടെ സ്കാമിൻ്റെ രീതി എങ്ങനെയായിരുന്നു എന്നറിയോ? ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സ്കാമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ MTF ചെയ്തുകൊണ്ടിരുന്ന സ്കാമിൻ്റെ രീതി എന്താണെന്നറിയോ? അവർ ഈ MLM മാർക്കറ്റിംഗ് ഉണ്ടല്ലോ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, ഈ ടീമുകളാണ് വന്നിട്ട് ആളുകളെ കൺവിൻസ് ചെയ്യുന്നത്. അതായത് എന്നെ അറിയുന്ന, എന്നെ കണ്ടു പരിചയമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, ഓക്കെ ഇങ്ങനൊരു സംഗതിയുണ്ട്, ഇങ്ങനെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ മതി, ഇത് ട്രേഡിംഗ് ആണ്. MLM എന്നുള്ള സംഗതി എന്തായിട്ടുണ്ട്, പ്രീവിയസ്ലി പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് ആളുകളൊന്നും ഇപ്പോഴും സ്റ്റിൽ പോകുന്ന ആൾക്കാരുണ്ട്. ബട്ട് എന്നിരുന്നാലും ഒരുപാട് ആളുകളൊന്നും ആ സ്കാമിലേക്ക് ഡയറക്റ്റ്ലി പോയി വീഴില്ല. അതുകൊണ്ട് തന്നെ ഡിജിറ്റലായിട്ട് ഈ MLM സ്കാമിനെ അവർ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, ഇതൊരു പ്രോപ്പർ വേ ഓഫ് ട്രേഡിംഗ് ആണ്, അതല്ലെന്നുണ്ടെങ്കിൽ ഈ കമ്പനി ഒരു രജിസ്റ്റേർഡ് കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ MTF എന്നുള്ള ബ്രോക്കർ ആളുകളെ വിളിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇവർ ചെയ്തിട്ടുള്ള ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഇവരൊരിക്കലും ക്യാഷ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റിനെ വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ കോമഡി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇങ്ങനെ കേസായി കഴിഞ്ഞാൽ അവർക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ തന്നെ ഈ ക്രിപ്റ്റോനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവർ ക്രിപ്റ്റോ വഴിയാണ് ഇവരുടെ ചെയിനിലേക്ക് ഡെപ്പോസിറ്റ് നടത്തിയത്. സോ ക്രിപ്റ്റോയിലെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഓൺ ചെയിൻ ഡെപ്പോസിറ്റാണ്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുകയില്ല. ഏത് അക്കൗണ്ടിലേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്. അത് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നൂലാമാലകളുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണ് ഇവർ ആ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അവരെന്ത് ചെയ്തു? ഒരാഴ്ച ഫണ്ട് കളക്ട് ചെയ്തു, 2 ആഴ്ച ഫണ്ട് കളക്ട് ചെയ്തു. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇവർ ട്രേഡിങ്, അതായത് MT5 പോലെ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് എൻഡിൽ ഈ ഓർഡർ ഈ ബ്രോക്കറുടെ അപ്പുറത്തുനിന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഈ പൈസ നിങ്ങൾ ഇട്ടിട്ടുള്ള പൈസയും നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ട്രേഡും ഈ ബ്രോക്കറുടെ അപ്പുറത്തേക്ക് എങ്ങോട്ടും പോകുന്നില്ല. നിങ്ങൾ ഈ ഒരു ട്രേഡ് ഇട്ടു, നിങ്ങൾ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്രോവൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വിഡ്രോവൽ തരും. $100 പ്രോഫിറ്റ് ഉണ്ടാക്കി, $100 നിങ്ങൾ വിഡ്രോവൽ എടുത്തു, $100 പിറ്റത്തെ ദിവസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു. പിന്നെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി, വിഡ്രോവൽ എടുത്തു, പിറ്റത്തെ ദിവസം വീണ്ടും നിങ്ങളുടെ ബാങ്കിലേക്ക് വന്നു. ബട്ട് അവരുദ്ദേശിച്ച ഒരു ചങ്ക് ഓഫ് മണി അവരുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ട്രേഡിംഗ് ഡെസ്ക് എന്താവുകയാണ്, അവരുടെ ബ്രോക്കർ എന്താവുകയാണ്, സിസ്റ്റം എന്താവുകയാണ്, ഡൗൺ ആവുകയാണ്. 2 ആഴ്ച കൊണ്ട് ആ പരിപാടി അവസാനിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 3-4 ആഴ്ച മാത്രമായിരുന്നു ഈ ഒരു MTF എന്ന് പറഞ്ഞ സംഗതിക്ക് ആയുസ് ഉണ്ടായിരുന്നത്. ആകെ അത്ര ആക്ച്വൽ ട്രേഡിങ് എന്ന് പറഞ്ഞിട്ടെങ്കിലും കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന അടുത്ത ഒരു സ്കാം, എന്താണ് ആ സ്കാം എന്ന് പറഞ്ഞാൽ വെൽത്ത്. അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, ബാക്കി ഞാൻ പറയുന്നില്ല. ട്രിവാൻഡ്രത്തുള്ളതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ MTF മലയാളി ആട്ടോ. സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം. MTF എന്ന് പറഞ്ഞ സംഗതിയും മലയാളിയുടെ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ പറഞ്ഞ വെൽത്ത് നിന്നാണ് തുടങ്ങുന്നത്, ബാക്കി ഞാൻ പറയുന്നില്ല. അതാകുമ്പോൾ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അത് അവർ ക്ലിയർ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് സീനിയർ സിറ്റിസൻസിനെയാണ്. എങ്ങനെ ഈ സീനിയർ സിറ്റിസൻസിനെ ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മൾ മോളിലും അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലേ. ഡാറ്റ ഈസ് മണി മക്കളെ. ഇപ്പോൾ കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള എൻ്റെ വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഡാറ്റ ട്രേഡിങ്ങിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്, വേണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അല്ല, നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് ആവശ്യമില്ല, വേണ്ട. അപ്പോൾ ഡാറ്റ വിൽക്കാനായിട്ട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഈ സീനിയർ സിറ്റിസൻസിൻ്റെ കയ്യിൽ ഡാറ്റ വാങ്ങിച്ചിട്ട് ഇവരെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ വെൽത്ത് എന്ന് പറയുന്ന സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തട്ടിപ്പ് എന്താണെന്നറിയോ? അവർ പറയുന്ന അക്കൗണ്ടിൽ ഒരു അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്യും. ഈ അക്കൗണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ക്ലാസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ഫ്രീ ഓഫ് കോസ്റ്റ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഈ ക്ലാസ് കൊടുത്തതിന് ശേഷം ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഇവരുടെ സെറ്റപ്പ് വെച്ചിട്ട്, ഈ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം കഴിഞ്ഞാൽ പൊട്ടാനുള്ള സെറ്റപ്പാണ്. ഈ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഇവരെ കൊണ്ട് ട്രേഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവർ ആക്ച്വൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. മിക്കവാറും ആളുകളൊക്കെ ഈ സീനിയർ സിറ്റിസൻസാണ് ചെയ്യുന്നത്. ഈ ആക്ച്വൽ മണി വെച്ചിട്ട്, ഈ സീനിയർ സിറ്റിസൻസാണ് അവരുടെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ആക്ച്വൽ മണി വെച്ചിട്ട് അവർ ട്രേഡ് ചെയ്യും. കുറച്ച് ദിവസം ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കും, ചെറിയ ലോസ് ഉണ്ടാക്കും, ചെറിയ പ്രോഫിറ്റ് ഉണ്ടാക്കും, കുറച്ചുകൂടി വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കും. അങ്ങനെ നിന്നിട്ട് ഒരു ദിവസം എന്താവും, കംപ്ലീറ്റ്ലി അക്കൗണ്ട് അങ്ങോട്ട് വൈപ്പ് ഔട്ട് ആവും. ഈ പൈസ കംപ്ലീറ്റ് എങ്ങോട്ടാണ് പോയിട്ടുള്ളത്? ഈ വെൽത്ത് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്കാണ്. മനസ്സിലായോ? ഇനി അടുത്ത ഒരു തട്ടിപ്പ്, അല്ലെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ വെൽത്തിൻ്റെ ഇവരുടെ അതിൻ്റെ ബാക്കി പേര് ഞാൻ പറയാത്തതാണ്. അതിനിപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, എമേർജ് ആയിക്കൊണ്ടിരിക്കുന്ന, അതല്ലാന്നുണ്ടെങ്കിൽ ദിവസവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ ചെന്നിട്ട് പറയാണ്, ഈ FX ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കി തുടങ്ങിയത്. എന്ത് മണ്ടത്തരമല്ല ഈ പറയണത്? ആ ഒരു ബ്രോക്കറിൽ ജോയിൻ ചെയ്തുകൊണ്ടാണ് ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്? അല്ല. ഇങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ പേര് MFIN. അറിയേണ്ടവർക്ക് അറിഞ്ഞിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. 2 ദിവസം
ആ ഫിൻ എന്നുള്ളത് പിന്നെ ചെറിയൊരു മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഡയറക്റ്റ്ലി എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ദുബായ് ബേസ്ഡാണ്. ദുബായ് ബേസ്ഡ് ഏതൊക്കെ ട്രേഡിംഗ് ഫേംസ് ഉണ്ടോ ഉറപ്പിച്ചോ അതൊക്കെ തട്ടിപ്പാണ്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പുകൾ ട്രേഡിംഗ് ഫേംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും എണ്ണം തട്ടിപ്പാണ്. അപ്പം ഈ പറഞ്ഞ എംഫിനെഫെക്സ് ക്ലെയിം ചെയ്യാണ്. അവർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പിന്നെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾക്ക് ഓഫീസ് ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണ് ലീഗലി ഒരു ഫോറക്സ് ബ്രോക്കർക്ക് ഇന്ത്യയിൽ ഒരു ഓഫീസ് ഇടാൻ പറ്റുന്നത്? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലീഗലി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ത്യയിൽ നിന്നിട്ട് ഒരാൾക്ക് ഫോറക്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു ഓഫീസ് അതിനകത്ത് ഇടാൻ പറ്റില്ല എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതുപോലും നമ്മളുള്ള ആൾക്കാർക്ക് അവയർനെസ് ഇല്ല, അറിയില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈ പറഞ്ഞ എംഫിനെഫെക്സ് എന്ന് പറഞ്ഞ സംഗതി സിമ്പിളായിട്ടൊരു കേരളത്തിലുള്ള ഒരാളുടെ സ്ഥാപനമാണ്. ആളുടെ പേരടക്കം എനിക്കറിയാം, ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള ഫണ്ട് എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് ലേബൽ കമ്പനിയാണ്. എന്താ ഈ വൈറ്റ് ലേബൽ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ പേരിലായിരിക്കും അറിയപ്പെടുക. ആ ബ്രോക്കറിൽ നിന്ന് ഡാറ്റ എടുക്കുന്നുണ്ടാവും. ആ ഡാറ്റ എടുക്കാനായിട്ട് ഈ ബ്രോക്കർക്ക് പൈസയും കൊടുക്കുന്നുണ്ടാവും. ഈ ഡാറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യും? MT5 വഴി അവർ ആ ഡാറ്റ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. ആസ്ക് പ്രൈസ് ഇതാണ്, ബിഡ് പ്രൈസ് ഇതാണ് എന്നുള്ളത് കാണിച്ചു തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇത്ര. ഈ എംഫിനെഫെക്സിൽ വേറൊരു കാര്യമുണ്ട്. നോർമൽ കേസിൽ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ലോട്ട് ട്രേഡ് ചെയ്യാനായിട്ട് FXCM അൽപ്പാരിയിലാണെന്നുണ്ടെങ്കിലും ഓറൽസ് എക്സിനസിലാണെന്നുണ്ടെങ്കിലും $16 to $17 ചാർജായിട്ട് വരുന്നത്. ഇവിടെ എനിക്ക് തോന്നുന്നു $45 $50 അടുത്ത് വരുന്നുണ്ട്. ഞാൻ അവരെ കോൾ ചെയ്തിട്ടുള്ള മനുഷ്യനാട്ടോ, എന്നെ വിളിച്ചിട്ട് ഡെമോ കാണിച്ചിട്ടുള്ള മനുഷ്യനുമാണ്. ആൻഡ് ദുബായ് ബേസ്ഡാണ്. ദുബായിൽ നിന്ന് എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കുറേ സംസാരത്തിന് ശേഷം, ഞാൻ ആദ്യം ഒന്നും പറഞ്ഞില്ല, ഇന്ന ആളാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കുറേ സംസാരത്തിന് ശേഷം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ പേര് ഇങ്ങനെ ഉവൈസ് എന്നാണ്, എനിക്കിങ്ങനെ ഒരു ചാനലുണ്ട്, ഞാനൊരു ട്രേഡറാണ് എന്നുള്ള ലെവലിൽ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സാറിൻ്റെ ട്രേഡിംഗ് ഫീസിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ പറ്റുമോ നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പടച്ചവനാണ്, എൻ്റെ മോനാണ്, ഇത്രയും കാലമായിട്ട് എനിക്ക് കോൾ ബാക്ക് വന്നിട്ടില്ല. സോ പറഞ്ഞു വന്ന കേസ്, ഇത് ഏറ്റവും പുതുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമാണ്. ഇതൊരു വൈറ്റ് ലേബൽ കമ്പനിയാണ്. ഈ കമ്പനി ചെയ്യുന്നതും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം പരിപാടിയാണ്. പ്രോഫിറ്റും ലോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആഡ് ചെയ്യുന്ന പൈസ ഈ ദുബായിലുള്ള ഇത് ഒരൊറ്റ ആളുടെ കമ്പനിയാണ്. ബാക്കി കുറേ എഫക്സുകളുണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം. അതൊക്കെ എന്താണെന്ന് പറയുക, കുറേ പാർട്ട്ണർഷിപ്പൊക്കെ ഉള്ളതാണ്. ബട്ട് ഇത് വന്നിട്ട് കേരളത്തിലെ ഒരൊറ്റ ആളുടെ കമ്പനിയാണ്. ഈ കമ്പനിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസോ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് അവരുടെ ബാക്ക് എൻഡിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ ഓർഡർ പോകുന്നില്ല. ലിക്വിഡിറ്റി പൂളിലേക്ക് നിങ്ങളുടെ ഓർഡർ എത്തുന്നില്ല. സെൻട്രൽ ബാങ്ക്സ് ആരും തന്നെ നിങ്ങളുടെ ഓർഡർ സ്വീകരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ? ഒന്നുമില്ല, സിമ്പിളായിട്ട് സ്കാമാണ്. അവരെന്ത് ചെയ്യും? നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കി വിഡ്രോവൽ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിഡ്രോവൽ നിങ്ങൾക്ക് തരും. വിഡ്രോവൽ നിങ്ങൾക്ക് കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ? ആദ്യം 1000 ഇട്ട് ട്രേഡ് ചെയ്തവൻ 5000 കൊണ്ടിടുള്ളൂ. ആദ്യം 5000 കൊണ്ടിട്ട് ട്രേഡ് ചെയ്തവൻ കുടുംബം പണയം വെച്ചിട്ട് 50,000 കൊണ്ടിടുള്ളൂ. അല്ലെങ്കിൽ കൂട്ടുകാരനെ കൂടി വിളിച്ച് കയറ്റണമെന്നുണ്ടെങ്കിൽ, എടാ എനിക്ക് അതിനകത്തുനിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാൻ അതിനകത്ത് വിഡ്രോവൽ എടുത്തു എന്നുള്ളത് പറഞ്ഞു തന്നാൽ മാത്രമേ എന്താവുള്ളൂ? അടുത്ത ആൾ ഇതിനകത്തേക്ക് ചാടി വീഴുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ ഇതാണ് വേറെ ഒരു ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇവരാരും തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തരാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാരല്ല. ആൻഡ് ഇനി അടുത്തതായിട്ടുള്ള സംഗതി എഫക്ട്സ്. നമ്മുടെ ഇവിടെ ഒന്നുമില്ല, കേരളത്തിലൊന്നും അധികം അതിൻ്റെ പ്രചാരമില്ല. ബട്ട് തമിഴ്നാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ കുറേ എഫക്ട്സുകളുണ്ട്. ഇങ്ങനെ ഇതെല്ലാം തന്നെ വൈറ്റ് ലേബൽ കമ്പനികളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങളാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന, നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ട്രേഡ് പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ, കമ്പനി നിങ്ങളോട് പറയും, ഓക്കെ ട്രേഡ് എടുത്തോ, ഞങ്ങൾ ട്രേഡ് ടിപ്സ് തരാം. ട്രേഡ് ടിപ്സ് ഞങ്ങൾ തരും. ആ ടിപ്സ് വെച്ചിട്ട് ട്രേഡ് എടുത്താൽ മതി. ട്രേഡിങ് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട, നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടോ, ട്രേഡ് കോൾസ് ഞങ്ങൾ തരും, അത് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. എന്നിട്ട് അവരെന്താ ചെയ്യുക? അവർ കുറേ ഓർഡേഴ്സ് അങ്ങോട്ട് വാങ്ങിച്ചിടിപ്പിക്കും, അല്ലേ? എന്നിട്ട് അതിനകത്തുനിന്ന് ഇനീഷ്യലി ഉണ്ടാവുന്ന പ്രോഫിറ്റ് എന്താവും? നിങ്ങൾക്ക് അവർ തരും. അത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പരിപാടി അവിടെ നിർത്തിപ്പോവും. കാരണം നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ കംപ്ലീറ്റ് ആരുടെ കയ്യിലായിരിക്കുന്നത്? അവരുടെ കയ്യിലായിരിക്കുന്നത്. അവർ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ വിഡ്രോവലായിട്ട് കൊടുക്കുന്നുള്ളൂ. ഇൻ എനി ചാൻസ് നിങ്ങൾ വലിയ വിഡ്രോവൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർന്നു,
പരിപാടി അവിടെ അവസാനിക്കുകയാണ്. പിന്നെ നിങ്ങളുമായിട്ട് ആ കമ്പനിക്ക് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കിയാലും കിട്ടൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഞാൻ ഈ പറയുന്ന കേസുകളിലൊക്കെ അനുഭവമുള്ളവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ പറയുന്നതിൻ്റെ ഒതൻറ്റിസിറ്റി അറിയാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ വേവലാതിയൊന്നുമില്ല. ഞാനതെല്ലാം മാക്സിമം റിസർച്ച് ചെയ്തിട്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ മുമ്പിൽ പേരടക്കം വിളിച്ച് പറയുന്നത്. പേരടക്കം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് മാത്രം ഇത് പറയുന്നത്. അത്രയും ഒതൻറ്റിസിറ്റി എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ്. ബട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു സ്കാമിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും, ഓക്കെ ഇന്ന സ്കാമുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. ആൻഡ് ഇനി അടുത്ത ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സ്കാം, അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. 1.5 ചില്ലാനം കോടി സ്റ്റക്കായി കിടക്കുന്ന ഒരു മലയാളി. ആൻഡ് അത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ചയാണോ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയാണോ എനിക്കൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. കുറച്ച് സീനിയർ സിറ്റിസനാണ്, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അവർ 2 പേര് കൂടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 30 ലക്ഷം രൂപയാണ്. 30 ലക്ഷം രൂപയാണ്. 15 വെച്ചിട്ട് 30 ലക്ഷം രൂപയാണ്. ആൻഡ് ആ പൈസ ട്രേഡ് ചെയ്തിട്ട് ക്രോസ് എബോ ആയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ക്രോസ് എബോ ആയി കിടക്കുന്നതെന്നറിയോ? അതും ഫ്ലോട്ടിംഗ് ആണ്. എങ്ങനെ? ബൈ ചെയ്യും സെല്ല് ചെയ്യും, ബൈ ചെയ്യും സെല്ല് ചെയ്യും. അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ ബൈ ആൻഡ് സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായി? ട്രേഡ് ചെയ്യുന്നവൻ ഞാൻ ആ ഒരു സ്ക്രീൻഷോട്ട് ഐ തിങ്ക് എൻ്റെ കയ്യിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ എന്തായാലും ഉണ്ട്. ഞാനത് മറന്നു പോയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എവിടെയാണുള്ളതെന്നുള്ളത്. അതിനകത്ത് കാണാൻ പറ്റും, നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് ഒരു XAUSD ബൈ ഉണ്ടാവും സെല്ലും ഉണ്ടാവും, ബൈ ഉണ്ടാവും സെല്ലും ഉണ്ടാവും, ബൈ ഉണ്ടാവും സെല്ലും ഉണ്ടാവും. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കുന്നുണ്ടാവും. ചില പൊസിഷൻസിൽ പ്രോഫിറ്റ് ഉണ്ടാവും, ചില പൊസിഷൻസിൽ ലോസും ഉണ്ടാവും. സോ ഓവറോൾ നോക്കുമ്പോൾ എന്തായിരിക്കും എന്നറിയോ? പ്രോഫിറ്റാണ് കാണുക. ഓവറോൾ നോക്കുമ്പം പ്രോഫിറ്റാണ് കാണുക. ബട്ട് ഏതെങ്കിലും ഒരു ലെഗ് അതിനകത്ത് നിന്ന് കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ മാർജിൻ കോൾ വരും. ആ ഓർഡർ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ആസ് എ പേഴ്സൺ ഞാൻ നിന്നിട്ട് നോക്കുമ്പോൾ എനിക്ക് ട്രേഡിങ്ങിനെ കുറിച്ചൊരു മണ്ണാങ്കട്ടി ഒന്നും അറിയില്ല. ഞാൻ നോക്കുമ്പോൾ എന്താണ്, എനിക്ക് ഓവറോൾ ഞാനിട്ട ക്യാപിറ്റൽ 10 ലക്ഷം രൂപയാണ്, അല്ലെങ്കിൽ 20 ലക്ഷം രൂപയാണ്. ഞാൻ എൻ്റെ ടെർമിനൽ നോക്കുമ്പം എനിക്ക് പ്രോഫിറ്റായിട്ട് കാണുന്നത് എത്രയാ? 20 ലക്ഷം രൂപ ഇട്ട സാധനം 2 കോടി എനിക്ക് പ്രോഫിറ്റായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എനിക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ മാർജിൻ ബ്ലോക്ക് ആയിരിക്കുകയാണ്. എഗെയിൻ നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യേണ്ടതുണ്ട്. വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ അവിടെ നിന്ന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ ഇങ്ങനെ അത് കട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇതും ഇവഞ്ച്വലി എന്താ സംഭവിക്കുക? ആ ബ്രോക്കർ അങ്ങോട്ട് നിർത്തിപ്പോവും. അപ്പം നിങ്ങൾ ആലോചിക്കുമ്പം ബ്രോക്കർ പറ്റിച്ചു എന്നാണോ മനസ്സിലാക്കുക, അതോ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ ലോസ് വന്നു എന്നുള്ളതാണോ മനസ്സിലാക്കുക? ട്രേഡിങ്ങിൽ ലോസ് വന്നു എന്നുള്ള ലെവലാണ് ചിന്തിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു പൊസിഷൻ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റതിനകത്ത് ലോസ് ഉള്ളത് കൊണ്ട് അതിനെ ആഡ് ചെയ്യാനായിട്ട്, അതിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഫണ്ട് ആഡ് ചെയ്യണം. അപ്പം ഓവറോൾ നോക്കുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കണേ? നിങ്ങൾക്ക് ലോസ് വന്നു എന്നുള്ള ലെവലിലാണ് നിങ്ങളുടെ ചിന്ത വരിക. ബട്ട് ആക്ച്വലി സംഭവിച്ചിട്ടുള്ളത് എന്താ? ഈ പ്ലാറ്റ്ഫോം തന്നെ ഫേക്കാണ്. അങ്ങനെ ഒരു ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആയിട്ടേ ഇല്ല, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പൂളിലേക്ക് പോയിട്ടേ ഇല്ല. ഇത് ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം മാത്രമാണത്. അതിനകത്താണ് ഈ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് ഇനി ഇപ്പം ഏറ്റവും പുതുതായിട്ടുള്ള അടുത്തൊരു തട്ടിപ്പാണിത്. നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് തരാമെന്ന് പറയും അവർ. ഞാനൊരു മെൻറ്ററാണ്, ഞാൻ മറ്റേതാണ്, മാങ്ങാണ്ടിയാണ്, ഞാൻ ട്രേഡ് ചെയ്ത് തരാമെന്ന് പറയും. ഈ ട്രേഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു വെക്കും. ഈ പൈസ വാങ്ങിച്ച് വെച്ചിട്ട് ഇവരെന്താ ചെയ്യാമെന്നറിയോ? ലെറ്റ്സ് സേ നിങ്ങളിപ്പോൾ ഒരു 30 ലക്ഷം രൂപ ആഡ് ചെയ്യാൻ പറയുകയാണ്, ട്രേഡിങ്ങിലേക്ക് ആഡ് ചെയ്യാൻ പറയാം. തുടക്കത്തിൽ എല്ലാവരും പറഞ്ഞ പോലെ 10,000 രൂപ 20,000 രൂപയിലൊക്കെ തുടങ്ങുക. ഈ 20,000 രൂപയിൽ തുടങ്ങിയിട്ട് അതിനെ അവർ വിർച്വലി നിങ്ങൾക്ക് കാണിച്ചു തരും 40,000 രൂപയാക്കിയിട്ടുള്ളതായിട്ട്. ഈ 40,000 രൂപ നിങ്ങൾ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാണ്ട് ആ വിഡ്രോവൽ റിക്വസ്റ്റ് വരും. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് നിങ്ങൾ അഗെയിൻ ആൻഡ് അഗെയിൻ ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് നല്ല ഒരു ചങ്ക് ഓഫ് എമൗണ്ട് ആകുമ്പം ലെറ്റ്സ് സേ നമുക്കൊരു 50 ലക്ഷം രൂപ എടുക്കാം. ഈ 50 ലക്ഷം രൂപ ട്രേഡ് ചെയ്ത് 2 കോടി 3 കോടി ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. നിങ്ങളുടെ മെറ്റാട്രേഡറിൻ്റെ പ്ലാറ്റ്ഫോമിൽ. ആ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ചുമ്മാ ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഫേക്ക് സംഭവം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ മെറ്റാട്രേഡറിലടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള ബ്രോക്കേഴ്സിനെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഭാഗത്തേക്ക് ഞാൻ അഗെയിൻ വരുന്നുണ്ട്. ഇതിനകത്ത് ഇത്രയും വലിയ ഈ 50 ലക്ഷം രൂപ ഇട്ടത് 2 കോടി 3 കോടി ആയിട്ട് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഈ എമൗണ്ടിനെ വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങളോട് പറയും, ഓക്കെ ടാക്സ് ഞാൻ പേ ചെയ്യേണ്ടതുണ്ട്. എത്ര ടാക്സ്? 50 ലക്ഷം രൂപ കൂടി ടാക്സ് പേ ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഈ മൊത്തത്തിൽ ഇത്രയും പൈസേനെ വിഡ്രോവൽ എടുക്കാൻ പറ്റും. ഞാൻ എന്താ ചിന്തിക്കുക? ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 50, ഇപ്പോൾ ടാക്സ് കൊടുക്കാൻ പോകുന്നത് 50. കിട്ടാൻ എത്രയുണ്ട്? 2 കോടിയുണ്ട്. എന്നാലും എനിക്ക് 1 കോടി രൂപ ലാഭം അല്ലേ? നിങ്ങൾ എപ്പോഴാണോ ഈ 50,000 കൊണ്ടുവരുന്നത്, സ്വാഹ തീർന്നു. ഈ 50 ലക്ഷം നിങ്ങൾ എപ്പോഴാണോ ടാക്സ് പേ ചെയ്യാൻ കൊണ്ടുവരുന്നത്,
തീർന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളടുത്തും ഇതേ സ്കീമാണ് പറഞ്ഞിട്ടുള്ളത്. 30 ലക്ഷം രൂപയാണ് അവർ ആഡ് ചെയ്തിട്ടുള്ള പൈസ. അതിനെ ട്രേഡ് ചെയ്തിട്ട് എനിക്ക് എക്സാക്റ്റ് എമൗണ്ട് എനിക്ക് ഓർമ്മയില്ല. അയാൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ഐ ഡിന്നെങ്കിലും വന്നിട്ട് ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ നല്ല കാര്യമാണ്. വേറൊരാൾ ആ ഒരു ട്രാപ്പിലേക്ക് പോയി പെടില്ല. നമുക്ക് ഇങ്ങനെയല്ലേ നമുക്കൊരാളെ സഹായിക്കാൻ പറ്റുള്ളൂ. സോ ഇവർ ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് ആഡ് ചെയ്തിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് അവർ ട്രേഡ് ചെയ്യാണ്. എപ്പോഴാണോ നമ്മൾ ഒരു വലിയ എമൗണ്ട് വിഡ്രോവൽ കൊടുക്കാൻ പറയുന്നത്, അപ്പോൾ അവർ പറയും നിങ്ങൾ ടാക്സ് പേ ചെയ്യേണ്ടതുണ്ട്, ടാക്സ് ഇത്ര എമൗണ്ട് കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് പറയും. വൺസ് നമ്മൾ ആ ടാക്സ് പേ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിനെ പിന്നെ അവിടെ കാണൂല, അങ്ങനെ ഒരു കമ്പനിനെ പോലും അവിടെ കാണൂല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാപ്പിലാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ളത് ഈ ഒരു ട്രാപ്പുമായിട്ടാണ്. ഈ ഒരു ട്രാപ്പാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ വന്നിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളത് എന്താണെന്നറിയോ, രണ്ടാമത് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ റീച്ച് ചെയ്തിട്ടുള്ളത്, ഇപ്പം നമ്മൾ ഇതിനകത്ത് നിൽക്കുമ്പം നമ്മുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചോദിക്കും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നുള്ളത്. രണ്ടാമത്തെ ഈ ഒരു ഫ്ലോട്ടിങ്ങിൻ്റെ ട്രാപ്പാണ്. ഫ്ലോട്ടിങ്ങിൻ്റെ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ട്രാപ്പാണ്. കാരണം പ്രോഫിറ്റ് കാണുമ്പോൾ അവർ എഗെയിൻ പറയാണ്, ഓക്കെ ഇനി ഇപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, ബട്ട് നല്ല പൊസിഷനാണ്, വീണ്ടും നമുക്ക് കോൺട്രാക്റ്റിന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് പറയും. ഞാൻ 50 ലക്ഷം രൂപ ഇട്ടിട്ടുള്ള സാധനം എനിക്ക് 1.5 കോടി രൂപ പ്രോഫിറ്റായിട്ട് കാണിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാണ്, ഓക്കെ ഇനി കുറച്ചും കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് വലിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കും. എഗെയിൻ ഈ ഒരു പൂളിലേക്ക് ഫണ്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സോ എപ്പോഴാണോ ഇത് നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ഇതിനകത്തേക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തൊരു പോയിന്റ് വരൂലേ, ഇതിനെ എടുക്കണം എന്നുണ്ടെങ്കിലും പൈസ ആഡ് ചെയ്യണം, ഈ ഒരു പ്രോഫിറ്റിനെ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ ആഡ് ചെയ്യേണ്ട പോയിന്റ് വരും. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് സ്കാം ആണെന്ന് മനസ്സിലാവും, നിങ്ങളത് ഇട്ടെറിഞ്ഞിട്ട് പോകും. ബട്ട് ആക്ച്വലി ആ ഒരു പൈസ മാർക്കറ്റിലേക്ക് പോയിട്ടേ ഇല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നടക്കുന്നത്. കാര്യം മനസ്സിലാവുന്നില്ല. വ്യക്തമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ ഫോറക്സ് ട്രേഡിംഗ് ആണ് ഏറ്റവും കൂടുതൽ സ്കാം നടക്കുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് എങ്ങനെ മാറി ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫിനാൻഷ്യലി അവയർനെസ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ്. നമ്മളുടെ പൈസ ഇനി അതിനകത്ത് വേറൊരു സംഗതി കൂടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്ത് തരാൻ വരുന്ന ആൾക്കാർ, അതും ഇത് തന്നെയാണ്, അതും ഇതേ സ്കീം തന്നെയാണ്. അതായത് അവർ വന്നിട്ട് നിങ്ങളോട് പറയും, ഓക്കെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഇതെനിക്ക് വലിയൊരു പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രേഡ് ചെയ്ത് തരാം. ആ പൈസയും കൊണ്ട് അവരവരുടെ പാട്ടിന് പോകും. എത്രയോ തട്ടിപ്പുകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ സംഭവിക്കുമോ, ഇങ്ങനെ ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടിട്ട് നമുക്കൊരു കമ്പനി ഫോം ചെയ്യാം, ഉവൈസ് എഫക്സ്. അതായത് അതിനകത്തേക്ക് ആളെ എടുക്കാനല്ല, നമുക്ക് ക്ലയൻസിനെ ഒന്നും എടുക്കാനല്ല, നിങ്ങളെല്ലാവരും കൂടെ പിരിവിട്ടിട്ട് അന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് $30,000 $30,000 പിരിവിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച മുതൽ ഉവൈസ് എഫക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം തുടങ്ങാം. നമുക്ക് ആളെ ഒന്നും എടുക്കണ്ട. അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് റിയാലിറ്റി ആണെന്നുള്ളത്. അതും എന്നെ കോൾ ചെയ്തിട്ടുള്ള കൊച്ചിയിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കൊരു എഫക്സ് പ്ലാറ്റ്ഫോം വേണമെന്നുണ്ടെങ്കിൽ $30,000 നിങ്ങൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാനുള്ള വഴിയുണ്ട്. എന്നിട്ട് നിങ്ങൾ അതിനെ കൺവിൻസ് ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യാണ്, നിങ്ങളുടെ ട്രാപ്പിൽ വന്ന് വീഴുകയാണ്. ഈ ഓർഡർ ബാക്ക് എൻഡിൽ പോകുന്നില്ല. ഇനി ഞാൻ ഇതെങ്ങാനും പറഞ്ഞു കൊടുത്തിട്ട് ഏതെങ്കിലും തലർച്ചവും പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊന്നുമക്കളെ, ഞാനിതുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം ഞാൻ ഇങ്ങനൊരു സംഗതി ഉണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇങ്ങനെയുള്ള തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. നമ്മളുള്ള ഒരുപാട് ആളുകൾ അറിയാതെ തന്നെ ഈ ഒരു മാർക്കറ്റിലേക്ക്, ഈ ഒരു ട്രാപ്പിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ അടുത്തായിട്ട് ഞാൻ പറയേണ്ട ഒരു കേസാണ് ഫണ്ടഡ് അക്കൗണ്ട് ട്രാപ്പാണോ? ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു തട്ടിപ്പാണത്. കാരണം ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് ഒരിക്കലും റിയൽ മണി അല്ല തരുന്നത്. ഇപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ ഏറ്റവും ഫണ്ടിങ് ടിപ്സിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എത്രയോ $1 ബില്യൺ അവർ പേ ഔട്ട് കൊടുത്തിട്ടുള്ളതായിട്ട്. ആ പേ ഔട്ട് കൊടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഓർ സെക്കൻഡ് ഫേസിൽ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾ എവിടെയുള്ളതെന്നറിയോ? കൺട്രി ഏതാണെന്നറിയോ? ഇന്ത്യയാണ്. എന്താ അതിൻ്റെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടഡ് അക്കൗണ്ട് നിങ്ങൾക്ക് റിയൽ മണി തരുന്നുണ്ടോ? ഇല്ല. ഫസ്റ്റ് ഫേസ് നിങ്ങളൊരു $10,000 അക്കൗണ്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് എനിക്ക് തോന്നുന്നു $50 തോന്നുന്നുണ്ട്. ഈ $50 ഉണ്ടായി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് $10,000 ഡെമോ അക്കൗണ്ട് തരും. ഈ ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ആദ്യം $800 പ്രോഫിറ്റ് ഉണ്ടായി കാണിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ഫേസിലേക്ക് വരുമ്പം അതിനകത്ത് നിങ്ങൾ $500 പ്രോഫിറ്റ് ഉണ്ടായി കാണിച്ചു കൊടുക്കണം. അപ്പം മൊത്തം $1,300 പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ 13% ഉണ്ടായി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് തരും, ആക്ച്വൽ അക്കൗണ്ട് തരും. അതിനകത്ത് നിങ്ങൾക്ക് വിഡ്രോവൽ എടുക്കാം. നിങ്ങൾക്ക് അടുത്തതായിട്ട് തരാൻ പോകുന്നതും ഇതേ ഡെമോ അക്കൗണ്ടാണ്. നിങ്ങൾ അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പോക്കറ്റിൽ നിന്നാണ് അവർ പൈസ എടുത്ത് തരുന്നത്. ഇത് ആക്ച്വലി ട്രേഡിങ് നടക്കുന്നേ ഇല്ല.
മനസ്സിലാവുന്നുണ്ടോ? ആക്ച്വലി ട്രേഡിങ് നടക്കുന്നേ ഇല്ല. അവർ പ്രോഫിറ്റ് തരുന്നത് അവരുടെ ആ ഫേമിൽ നിന്ന് ഫേം കളക്ട് ചെയ്തിട്ടുള്ള പൈസയിൽ നിന്നാണ്. കാരണം ആ ഫേം ഒരു ലെവലിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ തട്ടിപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേവേ നമുക്ക് പറയാം തട്ടിപ്പൊന്നും അല്ല കമ്പനി ചെയ്യുന്നതെന്നുള്ളത്. കാരണം അവർ പേ ഔട്ട് തരുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നുള്ളത് ഇവർക്ക് ക്ലിയർ ആയിട്ട് അറിയാം. 90% ആളുകളും ട്രേഡിങ്ങിൽ ഫെയിലിയർ ആണ് എന്നാണ് റിയാലിറ്റി. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഫണ്ടിങ് ഫേംസ്, ഇവിടെ കുറേ എഫക്ട്സുകൾ ഇത് തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃപ്പൂണിത്തറ അടക്കമുള്ള നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇതിനകത്ത് നിന്ന് ഇത്ര പേ ഔട്ട് എടുത്തു, ഞാൻ ഇതിനകത്ത് നിന്ന് ഇത്ര പേ ഔട്ട് എടുത്തു, ഞാൻ എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര പൈസയുടെ ഫണ്ടിങ് അക്കൗണ്ട് ഫ്രീ ആയിട്ട് തരും. കേട്ടിട്ടില്ലേ? ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആരെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ ആ ഒരു പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവിടെ പോയി ട്രേഡ് ചെയ്തു, ഞാൻ ഇതിനകത്ത് നിന്ന് ഇത്ര വിഡ്രോവൽ എടുത്തു എന്ന് പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ്സ് കാണിച്ചു തരും. ഞാനെടുത്ത പേ ഔട്ടിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആണെന്നുള്ളത്. വെൻ ഇറ്റ് കംസ് ടു ഫണ്ടിങ് ട്രേഡിംഗ്, അവിടെ വിന്നിങ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി 2%. 98% ആളുകളും അതിനകത്ത് ഫെയിലിയർ ആവും. കാരണം എന്താ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിന്നൊരു പുളിങ്കുരു പോലും പോകാൻ പോകുന്നില്ല എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു $10,000 അക്കൗണ്ട് എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങളുടെ തലയിൽ വരുന്ന ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ ഇതിനെനിക്ക് ആകെ മുടക്ക് $50 ഉള്ളൂ, പോയാൽ പോട്ടെ അല്ലേ? എനിക്കിതിന് വരുന്ന ആകെ മുടക്ക് $50 മാത്രമേ ഉള്ളൂ ഒരു ഫണ്ടിങ് അക്കൗണ്ട് എടുക്കാനായിട്ട്. പോയാൽ എന്ത് മാങ്ങാത്തൊലി പോകാനാ? ഈ ചിന്തയും വെച്ചിട്ടാണ് നിങ്ങൾ ട്രേഡിംഗ് ഡെസ്കിൻ്റെ മുമ്പിൽ പോയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുന്നതാണ് നിങ്ങൾ പറയണേ? വെറുതെ ആണോ ഫണ്ടിങ് ടിപ്സ് നിങ്ങൾക്ക് ഞങ്ങൾ അത്ര ആൾക്കാർക്ക് പേ ഔട്ട് കൊടുത്തു, ഇത്ര വലിയ എമൗണ്ട് പേ ഔട്ട് കൊടുത്തു, ഇത്ര എമൗണ്ട് ഞാൻ പേ ഔട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതേപോലുള്ള ഫേംസ് നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കണേ, പരസ്യം കാണിച്ചു തന്നുകൊണ്ടിരിക്കണേ? കാരണം 98% ആളുകളും തോൽക്കാനുള്ള ആൾക്കാരാണ്. വെറും 2 ആൾക്കാർ മാത്രമേ ഇതിനകത്ത് നിന്ന് റിയൽ എമൗണ്ട് റിസീവ് ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിന് അഗെയിൻസ്റ്റായിട്ട് കരയാനായിട്ട് കുറേ ആൾക്കാർ വരും. എനിക്കറിയാം കുറേ ഫേക്കുകൾ തന്നെയാണ്. കാരണം ഞാൻ ആരെയാണോ കൊള്ളണമെന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വ്യക്തമായിട്ട് കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ റിയാലിറ്റി. സോ ഇവിടെ നമ്മൾ വിജയിക്കാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് തുലവും തുച്ഛമാണ്, നടപടിയാകാത്ത കേസാണ്. കാരണം ആക്ച്വൽ മണി അല്ല എൻ്റെത് കിടക്കുന്നത് എന്നുള്ളത് ഇന്നെ പോയിൻ്റ് ഓഫ് തിങ്കിങ്ങിൽ എനിക്കറിയാം. ഇതെൻ്റെ ആക്ച്വൽ മണി അല്ല എന്നുള്ളത്. പോയാലും $50 കൂടുതൽ എനിക്ക് പോകാനില്ല എന്നുള്ളത് പറയാം. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ 10,000 കണ്ടീഷൻസ് അവരവിടെ വെച്ചിട്ടുണ്ട്. എന്തിനാണ് കണ്ടീഷൻസ് വെച്ചേക്കുന്നത്? നിങ്ങൾ ഏതൊരു ബ്രോക്കറിൽ പോയി നോക്കിക്കോ, ഏതൊരു ബ്രോക്കറിലാണെന്നുണ്ടെങ്കിലും സ്പ്രെഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് കുറവായിരിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ടിപ്സ്, അതിപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് ഇന്നിപ്പം ഞാൻ കണ്ടിട്ടുള്ള സംഗതിയാണ്. EJ, അതായത് യൂറോ JPYയുടെ ചാർട്ട് എടുത്ത് നോക്കുക. ടിപ്സ് നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ടിപ്സിലെ ഡെയിലി ക്ലോസിങ്, അതായത് ഇന്നലെ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ടേ, വെള്ളിയാഴ്ച മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ടേ, വെള്ളിയാഴ്ച മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുള്ള പോയിൻ്റ് ഏതാണെന്ന് നോക്കുക. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ വേറെ ഏത് ബ്രോക്കർ നോക്കിക്കോ, നിങ്ങളെ ട്രേഡിംഗ് വ്യൂവിലുള്ള ഏതൊരു ചാർട്ട് നോക്കിക്കോ, അതിനകത്ത് എവിടെയാണ് ആക്ച്വൽ ക്ലോസ് കിടക്കുന്നത് നോക്കുക. ആൻഡ് MT5 നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആക്ച്വൽ ബ്രോക്കറിൽ എത്രയാണ് സ്പ്രെഡ് നോക്കുക, ഈ എത്രയാണ് സ്പ്രെഡ് നോക്കുക. നല്ല വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. നാളെ മാർക്കറ്റ് എവിടെയാണോ ഓപ്പൺ ആവുന്നത് അതിനപ്പം തന്നെ മാർക്കറ്റിൽ എന്താവും, അവിടെയുള്ള ഫണ്ടിങ് ടിപ്സിലെ അക്കൗണ്ട്സിലെ എല്ലാ സ്റ്റോപ്പ് ലോസുകളും ഹിറ്റാവും. കാരണം അത്രയും സ്പ്രെഡ് വ്യത്യാസത്തിൽ അത് ഓപ്പൺ ആവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ SL വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ഇവിടെ എത്തും, ലൈക്ക് ഇൻ ദ സെൻസ് ഇവിടെ സ്പ്രെഡ് എത്തുമ്പോൾ തന്നെ നിങ്ങളുടെ SL ഹിറ്റായിട്ടുണ്ടാവും. സോ എങ്ങനെയൊക്കെ നിങ്ങൾ ഔട്ടാക്കാൻ പറ്റുമോ അതിനുള്ള വഴി നോക്കിയിട്ടാണ് ഈ ടിപ്സ് പോലെയുള്ള ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ഇരിക്കുന്നത്. കാരണം അവർ പൈസ തരുന്നത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡിങ്ങിലെ ലാഭത്തിൽ നിന്നല്ല, ആ കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള അക്യുമുലേറ്റീവ് പ്രോഫിറ്റിൽ നിന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇന്നേവേ അവർ ചീറ്റിംഗ് ആണോ ചെയ്യുന്നത്? അല്ല, അവരൊരു ചീറ്റിങ്ങും അല്ല ചെയ്യുന്നത്. ബട്ട് നിങ്ങൾ അറിയാണ്ട് ഈ ഒരു ചീറ്റിലേക്ക് വന്ന് ചാടപ്പെടുകയാണ്. സോ സിമ്പിളായിട്ട് കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഫണ്ടിങ് ഫോംസ് ഉണ്ടല്ലോ, കുറേ ആൾക്കാർ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ടാവും. ഫോറക്സിൽ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. പറഞ്ഞു വന്ന കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫണ്ടിങ് ഫോംസ് ഒരിക്കൽ പോലും നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിൽ നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കി തരാൻ പോകുന്നില്ല. നിങ്ങളുടെ സൈക്കോളജി ഒരു ലെവലിലും അവിടെ പ്രോപ്പറായിട്ട് ഇരിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഫണ്ടിങ് ഫോംസിൽ നിങ്ങൾ ട്രേഡ് എടുത്ത് ശീലമായി തുടങ്ങിയിട്ടുള്ള മനുഷ്യനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ സൈക്കോളജി അവിടെ നന്നാവില്ല. എത്ര വലിയ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടായാലും, എത്ര പ്രൂവൺ ആയിട്ടുള്ള സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും നിങ്ങളുടെ സൈക്കോളജി അവിടെ ഇരിക്കില്ല. നിങ്ങളുടെ സൈക്കോളജി നന്നാവാത്തിടത്തോളം സമയം നിങ്ങൾ ട്രേഡിങ്ങിൽ ഇമ്പ്രൂവ് ചെയ്യൂല.
അപ്പം എല്ലാ കാര്യങ്ങളും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ബാക്കി വയ്യാവേലി വന്നാലും അത് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയാം ഫേക്ക് ഐ ഡീസിൽ കുറേ ആൾക്കാർ കുരക്കാൻ വരും. ഞാൻ ഈ പറയുന്നത് ആർക്കൊക്കെയാണോ അവർക്കൊക്കെ കൊട്ടുകൊള്ളുന്നുണ്ട്. അവരൊക്കെ ഇൻ എ വേ എന്നെ എതിർക്കാനായിട്ട് ശ്രമിക്കും. ഐ സിംപ്ലി ഡോണ്ട് കെയർ. എനിക്ക് ഇപ്പം ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പിന്നെ ഒരു മരത്തിൻ്റെ മുകളിൽ കാക്ക വന്നിരിക്കുന്നത് ഒരിക്കലും മരക്കൊമ്പിലുള്ള വിശ്വാസത്തിൻ്റെ പുറത്തല്ല, അതിൻ്റെ ചിറകിലുള്ള വിശ്വാസമാണ്. എനിക്കറിയാം ഇവരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ട്രേഡ് ചെയ്യാൻ അറിയാമെന്നുള്ളത്. സോ ഐ സിംപ്ലി ഡോണ്ട് കെയർ എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയിൽ മാക്സിമം സ്പ്രെഡ് ചെയ്യും, അവയർനെസ് ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മളിലുള്ള ആളുകളാണ് ഈ ഒരു ട്രാപ്പിലൊക്കെ വന്ന് പെടുന്നതെന്നുള്ളതാണ്. സോ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് മറക്കാതെ നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.